ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. നിലവിൽ നമ്മുടെ വണ്ടിയുടെ ക്രാങ്ക് ഷാഫ്റ്റ് ഔട്ടായിട്ട്, അതായത് ക്രാങ്ക് ബെൻഡായ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അഴിച്ചാണ് മാറ്റാനായിട്ട് കേട്ടോ. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ്. അതിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന പിന്നിൻ്റെ ഭാഗത്ത് ഔട്ട് അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് കാണിക്കാൻ. ഈ ഐറ്റാണ് നമ്മൾ മാറ്റിയിടുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ ചെക്ക് ചെയ്തു. നിലവിൽ ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട്. നമുക്ക് തൽക്കാലം റിങ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാവുന്നുള്ളൂ. പിന്നെ അഴിക്കണ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഇതിനകത്ത് ക്ലച്ചിനകത്ത് വരുന്ന വേരിയേറ്റർ ബോഡി എന്ന് പറയുന്ന ഈ ഒരു വീല് കംപ്ലൈൻറ്റ് ഉണ്ട്. അതും ബോസ് ഡ്രൈവും ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐറ്റം നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ്. ബെൽറ്റും പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ബെൽറ്റും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ബാക്കിയത്തെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റണം. അതിൻ്റെ ഗ്യാസ്കറ്റുകൾ, ഓയിൽ സീലുകൾ, എഞ്ചിൻ ഓയിലടക്കം മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് റിപ്പയറിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ബാക്കിയത്തെ ഡീറ്റെയിൽസ്, ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസ് വരെ കൃത്യമായിട്ട് തരാം. അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് മാറ്റിയിടണം. പിന്നെ സിലിണ്ടർ പിസ്റ്റൺ പഴയത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണേ. അതിനകത്ത് റിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റ് മാത്രം നമുക്ക് മാറ്റിയാൽ മതി. അപ്പോൾ വള പോലെയുള്ള ഐറ്റംസ് അത് മാത്രം നമുക്ക് മാറ്റിയിടാം. വാൽവ് ഇപ്പോൾ പറഞ്ഞ പോലെ ലീക്കേജ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വാൽവ് നമുക്ക് ലെയ്ത്തിലൊന്നും കയറ്റുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് പൊട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ പൊട്ടിയത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നൂല് വെച്ചിട്ടോ. അത് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പൊളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രയും പൊട്ടിയിരിക്കാതുണ്ടോ. അപ്പോൾ അത് നമ്മൾ ബെൽറ്റ് എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട്. അതേപോലെ വേരിയേറ്റർ ബോഡി, അതേപോലെ ബോസ് ഡ്രൈവ് എസ്റ്റിമേറ്റിൽ പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതുമേ കിടക്കണ എയർ ഫിൽറ്ററൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എയർ ഫിൽറ്ററൊക്കെ കിടക്കണേ. അപ്പോൾ നമുക്കത് മാറ്റിയിടണമാണ് ബെറ്റർ. ഇനി അതല്ലെങ്കിൽ തൽക്കാലം എയർ അടിച്ച് ഇങ്ങനെ കയറ്റിയിടാം. എഞ്ചിൻ വർക്ക് ആയതുകൊണ്ട് മാറ്റി കളയണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റാണ് കംപ്ലയിൻറ്റ്. പക്ഷേ ഈ മാസ്ട്രോൻ്റെ കേസൊക്കെ കൃത്യമായിട്ട് നമ്മൾ മുൻകൂട്ടി അയക്കണേക്കാളും മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഐറ്റം കമ്പനി ഐറ്റം മേടിച്ച് സെറ്റ് ചെയ്ത് റീസെറ്റ് ആക്കും. പക്ഷേ ഈ പറഞ്ഞ രീതിയുടെ ഈ ഹീറോൻ്റെ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാസ്റ്റർ എഡ്ജും ഡ്യൂറ്റ് മോഡൽ വണ്ടികളിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്താലും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട മാറ്റി പുതിയതിടാൻ പറഞ്ഞതിൻ്റെ കേസ്. പുതിയതിട്ടാലും ചില വണ്ടികളിൽ കംപ്ലയിൻറ്റൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും അറിഞ്ഞിരിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്കിപ്പോൾ വർക്ക് അഴിച്ച് ബാക്കിയത്തെ അത്യാവശ്യം വേണ്ട ക്ലീനിങ് പ്രോസസ്സൊക്കെയാണ് നടക്കണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ ആഴ്ച ലാസ്റ്റോട് കൂടിയിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് എടുക്കാവുന്ന രീതിയിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ.